ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അബുദാബിയിലെ മ്യൂസിയം കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പം മ്യൂസിയം കാണാൻ പോയിട്ട് കുറച്ച് ദിവസമായിട്ടോ, പക്ഷേ നമ്മളിങ്ങനെ മടിച്ചിരുന്നിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും കുറച്ചൊന്ന് ലേറ്റായി. എങ്കിലും ഇതാ ഞാൻ അപ്ലോഡ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ഞാൻ 2 ദിവസം വീഡിയോ ഇടാൻ ലേറ്റ് ആവുമ്പോഴേ ചോദിക്കും, ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർക്കുക, അയ്യോ വീഡിയോ എഡിറ്റ് ചെയ്യാനല്ലോ, അതുവരെ ഞാൻ മടിച്ചിരുന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ചോദ്യം ആണ് എൻ്റെ പ്രചോദനം. നിങ്ങളങ്ങനെ ചോദിക്കുമ്പോഴാണ് എനിക്ക് പിന്നും വീഡിയോ ഇടാനുള്ളൊരു എന്താ പറയുക ഒരു താല്പര്യം വരുന്നത്. എന്തായാലും ആ ഒരു സപ്പോർട്ടിന് വളരെ നല്ല താങ്ക്സ്. പോരെ, ഇതിലപ്പുറം ഞാൻ എന്താ ഇനി പറയാമെന്നറിയില്ല. പിന്നെന്താ, അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ മടിച്ചത് മാത്രമല്ല, കുറച്ച് വയ്യായിരുന്നു, ചെറുതായിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ കൊണ്ടങ്ങ് ലേറ്റായി. എന്തായാലും ഇതാ മ്യൂസിയത്തിലെത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളാണിത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നത് ചിൽഡ്രൻസ് മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതെന്തൊക്കെയാണെന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തത് ഞാൻ ഉറങ്ങാൻ വന്നോ? ഇതൊക്കെ വാന ഇതാര നോക്ക്, ഇതാര വാന. ആന കളിച്ചോ, വാന കളിച്ചോ. പിന്നെ അതിനേക്കും വരിക. ഇനി അടുത്തതിനോട് ചെയ്യട്ടെ, അത് തന്നെയാണെങ്കിൽ. അതെ കറക്റ്റ്. ഇനി എടുത്ത് വെക്കും ഓരോന്നും. ഞാൻ ഇത് തറ ഇത് ഇവിടെ എടുത്ത് വെക്കും. അടുത്തതോ അത് മേലെ വെക്ക്. റാബോ അത് മേലെ വെക്ക്. ആദ്യം ഇത് വെക്ക്, എന്നാലും അത് വരും. പിടിച്ച് വെക്ക്, നല്ലോണം വെക്ക്. അല്ല മറ്റേ തന്നെ എടുത്തോ ഫസ്റ്റ്. യെസ്, ആന എടുത്ത് വെക്ക്. വെക്ക്. വേഗം. അത് മേലെ വെക്ക്. മേലെ കറക്റ്റ്. ഇവിടെ തന്നെ. ഇനി അതെടുത്ത് സെൻറ്ററിൽ വെക്ക്. ഒന്നൊരു മെല്ലെ വെക്കടാ. ആടാട് വെച്ചോ. എന്നാ വേറെ വെക്ക്, ഏതെങ്കിലും എടുത്തിട്ട് അത് വിട്ടേ. അടുത്തത് വെച്ച് നോക്ക്. അത് വെക്ക്. വെച്ചോ. അല്ല ഇത് വെക്കടാ. അത് വെച്ചാൽ അടുത്ത് വരും. കറക്റ്റ്. ഇനി അത് വെക്കത്. വേഗം വെക്കടാ. അങ്ങനെ ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസാണ് കേട്ടോ ഈ ഒരു ചിൽഡ്രൻസ് മ്യൂസിയത്തിലുള്ളത്. അപ്പം മോൾ എന്തായാലും എൻജോയ് ചെയ്ത് അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കണ്ടില്ലേ. ഈ ഒരു കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ആ ഒരു രൂപമാണ് നമ്മൾ ആ ഒരു സ്ക്രീനിൽ സെറ്റ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് കൂടുതലും ചിൽഡ്രൻസ് മ്യൂസിയമാണ് ഇഷ്ടമായത്. മറ്റത് നമുക്ക് മഹാബോറായിരുന്നു കേട്ടോ. പക്ഷേ ഈ ചിൽഡ്രൻസ് മ്യൂസിയം അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. ഇങ്ങനെയുള്ള മക്കൾക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് വേറൊന്നാണ് കേട്ടോ. ഇതും നിങ്ങൾ കണ്ടു നോക്കൂ, സൂപ്പറാണ്. ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഇനി ബോർഡർ വെക്ക്. ബോർഡർ ഇല്ലേ, ബോർഡർ റെഡ്. എനിക്കെന്താ തിരക്ക് കുഞ്ഞോ?
ഇനി അതിൽ പിങ്കിൽ കയറിയൊക്കെ പിങ്കിൽ കേട്ടോ. മൊട്ടയിൽ കല്ല് വീട്ടോ. അങ്ങനെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ കുറേ അധികം ആക്ടിവിറ്റീസും കാഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചിൽഡ്രൻസ് മ്യൂസിയത്തിൽ. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് മഹാബോറാണ് കേട്ടോ. അത് താല്പര്യമുള്ളവർക്ക് അതിഷ്ടാവും, പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല. പണ്ടുള്ള ഓരോ സാധനങ്ങളും അങ്ങനെയുള്ള ഇതാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതല്ലേ, അത്രമാത്രം. അല്ലാതെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഇങ്ങനത്തെ മ്യൂസിയം വലിയ ഇഷ്ടമല്ല. എന്തായാലും അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ഓരോ രൂപങ്ങളും. അങ്ങനെ എന്തൊക്കെയോ എനിക്കെന്നെ അറിയില്ല എന്തൊക്കെയാണ്. കുറേ പണ്ട് കാലത്തുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതൊക്കെയാണ് ഇവിടെയുള്ള വിശേഷങ്ങൾ. അപ്പം ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെന്താ, ഇവിടെ വന്നപ്പോൾ മൊണാലിസയെ കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതൊക്കെ നോക്കി നടന്നു കേട്ടോ. അതൊന്നും കണ്ടില്ല. അപ്പം അത് കാണാനുള്ള ആവേശത്തിൽ അത്രയെങ്കിലും കണ്ടു. അല്ലാതെ ഞാനിപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നുണ്ടാകുകയായിരുന്നു. അല്ലാതെ മഹാബോറാണ് മ്യൂസിയം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൈസ് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയില്ല. ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കണ്ടില്ലേ, എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കഴിവ് അതാര് ചെയ്താലും അത് അടിപൊളി തന്നെയാണ്. അത് പറയണല്ലോ അല്ലേ. നമുക്കിത് മടിയാണ്, കാണാൻ പോലും മടിയുള്ള നമുക്ക് ഇതുണ്ടാക്കിയവരെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവർ ഈ ഒരു ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ അത് അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്തിയപ്പോൾ നമ്മുടെ ആകെ ഹാപ്പി ആയിരിക്കും. അപ്പം എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ച്. അങ്ങനെ നമ്മുടെ ടീംസ് എല്ലാവരും കൂടെ അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചേരുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഇനി അടുത്തത് നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. റെസ്റ്റോറൻറ്റ് നമ്മുടെ സ്ഥിരം റെസ്റ്റോറൻറ്റ് ഡെസേർട്ട് പാലസ്. അബുദാബി പോയാൽ ഡെസേർട്ട് പാലസ് ആണ് കേട്ടോ നമ്മുടെ സ്ഥിരം. അപ്പം അവിടത്തേക്ക് പോയി. അപ്പം പോകുന്ന വഴി അബുദാബിയുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ നമ്മളിതാ അബുദാബി ഡെസേർട്ട് പാലസിലെത്തി. അവിടെ നിന്നാണ് ഇന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. Please massage my head. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കിട്ടിയപ്പോൾ മക്കളൊക്കെ ഹാപ്പിയായി. നമുക്ക് കുഞ്ഞിക്കോഴിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുഞ്ഞിക്കോഴിയും കുബൂസും കൂടി. കുഞ്ഞിക്കോഴി ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പം കുട്ടികളൊക്കെ നന്നായി ഹാപ്പിയായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കും. ഡെയിലി കഴിക്കുന്നതൊന്നും അത്ര നല്ലതല്ലല്ലോ. പ്രത്യേകിച്ച് ഈ ഹോട്ടൽ ഫുഡൊക്കെ. അപ്പോൾ ഇങ്ങനെ വീക്കെൻഡ്സിലൊക്കെ പുറത്ത് വരുമ്പം ഒന്ന് കഴിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ജ്യൂസും കൂടെ വാങ്ങിക്കൊടുത്ത് അപ്പം അവർ ഹാപ്പിയായി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം റൂമിൽ എപ്പോഴും എത്തിയതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് പോവുക. പക്ഷേ റൂമിലെത്തിയപ്പോഴേക്കും മടിയായിരിക്കും കേട്ടോ. അങ്ങനെ 2-3 ദിവസം അങ്ങനെ അങ്ങ് ലേറ്റ് ആവും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ. ആ സമയത്തായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സൊക്കെ എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ അങ്ങനെ ചോദിക്കും. ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ വീഡിയോ ഇടാനൊരു താല്പര്യമാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അന്വേഷിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ മാത്രമല്ല നമ്മളിപ്പം 8000 സബ്സ്ക്രൈബറായി. 8000 എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമാണ് കേട്ടോ. അപ്പം അതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.